പ്രധാനമന്ത്രി വന്നു, കുട്ടിയെ താലോലിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന രംഗം കണ്ടപ്പോൾ ഞാൻ ധരിച്ചു അതിൻ്റെ പേരിലെങ്കിലും എന്തെങ്കിലും തരും. തന്നോ? ഇല്ല, ഒരു പൈസയും തന്നില്ല. ഇതിവിടെ മാത്രമല്ല, കേരളത്തിൽ ഇതിന് മുമ്പ് നടന്ന ഒരു സംഭവത്തിലും ഒന്നും തന്നില്ല. നമ്മൾ നാട്ടിലേക്ക് തരാൻ സന്നദ്ധ അറിയിച്ച സർക്കാരുകളെ പോലും വിലക്കിയവർ. എന്നാൽ അവർ തരണ്ടേ? തരണം. തന്നോ? ഇല്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഈ സംസ്ഥാനത്തെ ഇതുപോലെ വീർപ്പ് മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് നോക്കിയിരിക്കാൻ പറ്റുമോ? നമ്മുടെ നാട് സമ്മതിക്കില്ല. നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം അതല്ല. എന്ത് വന്നാലും നമ്മുടെ നാട് ഒരുമിച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഏത് ദുരന്ത മുഖത്തും നമ്മുടെ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാത്തിൻ്റെയും മുമ്പിൽ പോകുന്നത്. BJPയെ തോപ്പിക്കുന്ന നാട്ടിന് പണമില്ല. ഇത് ജനാധിപത്യമല്ല, ക്രൂരതയാണ്. അതിൻ്റെ കൂടെ നിൽക്കാൻ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ പോയ 2 മന്ത്രിമാരും. ഞാൻ ഓർക്കാണ്, നമ്മളൊക്കെ പോയപ്പം അന്നൊരു മന്ത്രി അവിടെ വന്നിരുന്നു, കൂടി ഒരുപാട് ആളും. അവരൊക്കെ കൂടി വന്നിട്ട് വലിയ ബഹളമായിരുന്നു. പറഞ്ഞു, നിങ്ങൾ കണക്ക് പറഞ്ഞ് പണം തന്നേക്കാം. ഞാൻ ധരിച്ചു അദ്ദേഹം പണവും കൊണ്ട് വന്നതെന്ന. ഈ മന്ത്രി വല്ലതും തന്നോ? ഇല്ല. ഇനി എന്തെങ്കിലും തരുമെന്നാണോ? തരാൻ പറ്റില്ല എന്നാണ് അവരാലോചിക്കുന്നത്. കാരണം എന്താ? ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ എന്താണ് വഴിയെന്ന് മാത്രമാണ് ചിന്ത. അത് ഭരണഘടന അനുവദിക്കുന്നതല്ല, രാഷ്ട്രീയമല്ല, ജനങ്ങൾക്കൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല. എന്ന നിർഭാഗ്യത്തിന് ഇവിടെ കേരളത്തിൽ ഞാൻ ആലോചിക്കുക, ഈ ദുരന്തത്തിൽപ്പെട്ടതിൽ BJPക്കാരില്ലേ? ഉണ്ട്. UDFക്കാരില്ലേ? ഉണ്ട്. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഒരു പാർട്ടി അല്ലാത്ത ആളുകളുമുണ്ട്. നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരന്മാരും നമ്മുടെ കൊച്ചുകുട്ടികളും എല്ലാം ഇതുപോലെ നമ്മളെ വേർപെട്ട് പോയപ്പം ഒരു ദുഃഖമുണ്ടാവില്ലേ? സാധാരണ ഒരു മരണ വീട്ടിൽ പോയി ദുഃഖം കാണിക്കൂലേ? ഞങ്ങൾ നേരെ കണ്ടതാണ് ആ വലിയ പാറയിടിഞ്ഞ് വന്നത്. പാറയിടിഞ്ഞ് വന്നിട്ട് പാറ അവിടെ നിൽക്കുക. ഒരു സ്കൂളിൻ്റെ ഒരു ചുവരൊഴിച്ച് ബാക്കിയെല്ലാം പാറ കൊണ്ടുപോയി. ഒരു പ്രദേശം മുഴുവൻ ഒരു വലിയ കല്ല് കൊണ്ടുപോയി. അർദ്ധരാത്രി മനുഷ്യർ എല്ലാവരും ഉറങ്ങിക്കിടങ്ങുമ്പോൾ എത്ര ക്രൂരമാണ്, എത്ര നീചമാണ്, എത്ര ദയനീയമാണ്. അത് കാണാൻ കണ്ണില്ല എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യരാണോ? ഒരു മനുഷ്യത്വം അവർക്കില്ല. മനുഷ്യരെന്ന പേര് പറയാൻ അവകാശമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഒരുപാട് കേൾക്കാറുണ്ട്, മോഡിയെക്കുറിച്ച്. അയാൾ വലിയ ജനഹൃദയം കവർന്നെടുക്കുന്ന ആളാണ്, ദൈവത്തിൻ്റെ സ്വന്തം ആളാണ്. ഏത് ദൈവം പറഞ്ഞു മനുഷ്യനോട് പകവെച്ചുകൊണ്ട് ക്രൂരമായി പെരുമാറാൻ? ഏത് ദൈവമാണ് പറഞ്ഞത്? പ്രധാനമന്ത്രി വന്നു, കുട്ടിയെ താലോലിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന രംഗം കണ്ടപ്പോൾ ഞാൻ ധരിച്ചു അതിൻ്റെ പേരിലെങ്കിലും എന്തെങ്കിലും തരും. തന്നോ? ഇല്ല, ഒരു പൈസയും തന്നില്ല. ഇതിവിടെ മാത്രമല്ല, കേരളത്തിൽ ഇതിന് മുമ്പ് നടന്ന ഒരു സംഭവത്തിലും ഒന്നും തന്നില്ല. നമ്മൾ അവസാനം നമ്മളോട് മറ്റ് ലോകത്തിലെ പല രാജ്യങ്ങളിലെയും മലയാളികൾ പറഞ്ഞു ഞങ്ങൾ തരാം, ആ രാജ്യങ്ങളും പണം തരും. എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങളാരും പുറത്തു പോയി പിരിക്കാൻ പാടില്ല. എങ്ങനെയുണ്ട്? നമ്മൾ നാട്ടിലേക്ക് തരാൻ സന്നദ്ധ അറിയിച്ച സർക്കാരുകളെ പോലും വിലക്കിയവർ. എന്നാൽ അവർ തരണ്ടേ? തരണം. തന്നോ? ഇല്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഈ സംസ്ഥാനത്തെ ഇതുപോലെ വീർപ്പ് മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് നോക്കിയിരിക്കാൻ പറ്റുമോ? നമ്മുടെ നാട് സമ്മതിക്കില്ല. നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം അതല്ല. എന്ത് വന്നാലും നമ്മുടെ നാട് ഒരുമിച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഏത് ദുരന്ത മുഖത്തും നമ്മുടെ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാത്തിൻ്റെയും മുമ്പിൽ പോകുന്നത്. ഈ വയനാട്ടിലെ ദുരന്തം അറിഞ്ഞപ്പം എത്ര ആളുകൾ പണം കൊടുത്തു? എത്ര ആളുകളാണ്? അവരോട് നമ്മൾ പറയുന്നതിന് മുമ്പിൽ തന്നെ പണവുമായി ചെന്നല്ലോ. എത്ര മനുഷ്യർ നാട്ടിലാകമാനം. പലപ്പോഴും നമ്മൾ യാത്രയിൽ കാണുക, ചലഞ്ച് നടത്തിക്കൊണ്ട് ഹോട്ടലുകാർ ഉറ്റ കാശ് മുഴുവൻ അവിടെ കൊടുക്കുന്നു.
അങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് പരിശ്രമിച്ചൊരു നാട് രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 4 മാസമായിട്ടും അവർക്ക് ഇപ്പോഴും മിണ്ടാട്ടമില്ല. അത് പറയാൻ കേരളത്തിൽ നിന്ന് പോയ ആളുകൾക്ക് താല്പര്യം വേണ്ടേ? കേരളത്തിലെ മന്ത്രിമാരോ തേരാപ്പാരോ ഓടും, വന്നിട്ടോ ഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങും. ഓനോ അത് മതി, നമ്മുടെ നാടിൻ്റെ കാര്യമോ നോക്കേണ്ട കാര്യമില്ല, ഓനോ പുറം ലോകത്താണ്. കേന്ദ്രമന്ത്രിമാരെന്ന് പറഞ്ഞ വെറും സ്ഥാനമല്ലേ? ഒരു കണക്കിൽ പറഞ്ഞാൽ കേന്ദ്രമന്ത്രിമാരെന്ന് പറഞ്ഞാൽ സഹമന്ത്രിമാരല്ലേ? അവർക്ക് വലിയ കാര്യമൊന്നും ഇവിടെ ഇല്ല എന്നുള്ള വേറെ കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. സഹമന്ത്രിമാർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല. ക്യാബിനറ്റ് പോകാൻ പറ്റുമോ? ഇല്ല. ക്യാബിനറ്റ് നടക്കുമ്പോൾ പുറത്തിരിക്കാം. എന്നാൽ പുറത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. എവിടെയായിരിക്കുക? തൻ്റെ മുറിയിൽ. മുറിയുണ്ടോ? ഉണ്ട്. കാറുണ്ടോ? ഉണ്ട്. സ്റ്റാഫുണ്ടോ? ഉണ്ട്. അധികാരമുണ്ടോ? വട്ടപൂജ്യം. എന്നാലോ പുറത്ത് ഗമ്യ. എന്താ? രാജ്യം ഞാനാ ഭരിക്കുന്നത്. ഇതാ അവസ്ഥ. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ പോകില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അവകാശം, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനമാണ്, രാജ്യത്തിന് താല്പര്യമാണ്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ്റിനെ പൂർണ്ണമായും സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഒരേ മനസ്സാ ഒരുമിച്ച് നിൽക്കുകയാണ്. അതൊരുമിച്ചുണ്ടാകും. കേന്ദ്രം തന്നാലും ഇല്ലെങ്കിലും മാഷ് ഉറപ്പിച്ച് പറഞ്ഞു, നമുക്കെല്ലാം ഉള്ളതെല്ലാം കൊടുത്തും ഈ നാടിനെ രക്ഷിക്കാൻ നമുക്ക് മുന്നോട്ട് വരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അഭിവാദ്യങ്ങൾ.